Welcome back to 30th day of CBSE Maths Crash Class conducted by Archana Study Center. ഇന്ന് നമ്മൾ കോർഡിനേറ്റ് ജോമെട്രിയിലെ കുറച്ചുകൂടി കൂടുതൽ ക്വസ്റ്റ്യൻസ് ആണ് ഈ വീഡിയോയിൽ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് കടക്കാം. Take a notebook, we can learn together, we can grow together. Question നോക്കാം. If the point C -1, 2 divides internally the line segment joining A, 2, 5 and B, XY in the ratio 3:4. Find the coordinates of B. അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ നന്നായി വായിക്കുക. ഇതിൽ ഒരു പോയിന്റ് ഉണ്ട് C -1, 2 എന്ന് പറഞ്ഞ പോയിന്റ് ഒരു ലൈൻ സെഗ്മെന്റിനെ AB എന്ന് പറയുന്ന ലൈൻ സെഗ്മെന്റിനെ കട്ട് ചെയ്യുന്നുണ്ട് ഇൻ റേഷ്യോ 3:4. അതാണ് ഇവിടെ ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. അങ്ങനെയാണെങ്കിൽ ബിയുടെ കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്. 3 മാർക്കിന് വന്നിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്കതൊന്ന് വരച്ചു നോക്കാം അല്ലെ. അപ്പോൾ AB എന്ന് പറഞ്ഞ ലൈൻ സെഗ്മെന്റ്, AB എന്ന ലൈൻ സെഗ്മെന്റ് A തന്നിട്ടുണ്ട്, 2, 5 ആണ് തന്നിട്ടുണ്ട്, B XY ആണ് നമുക്ക് തന്നിട്ടുണ്ട്. ഇനി അതില് ഒരു പോയിന്റ് ആണ് C -1, 2. ഓക്കെ, ഇത് കട്ട് ചെയ്യുന്ന റേഷ്യോ 3:4 ആണ്. ഓക്കെ, ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഓക്കെ, നമുക്കപ്പോൾ ഒന്ന് എടുത്തെഴുതാം അല്ലെ. X1 Y1 എന്ന് പറയുന്നത് എന്താണ്? 2, 5 ആണ് അല്ലെ. എയുടെ കോർഡിനേറ്റ്സ്. X2 Y2 എന്ന് പറയുന്നത് എന്താണ്? ഈക്വൽ ടു XY ആണ്. ഓക്കെ, XY എന്ന് പറയുന്നത് എന്താണ്? ആക്ച്വലി -1, 2 ആണ്. ഓക്കെ, ഇനി M:n എന്ന് പറയുന്നത് എന്താണ്? 3:4. ഇനി ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. X is equal to എന്താണ്? M into X2 plus N into X1 divided by M plus N. ക്ലിയർ ആണെന്നായിരുന്നു. M into X2 plus N into X1 divided by M plus N. XY എന്ന് പറഞ്ഞ X എന്താണ്? -1 ആണ്. -1 equal to M എന്താണ്? 3 ആണ്. 3 into X2 എന്താണ്? X ആണ് അല്ലേ. X plus N എന്താണ്? 4 ആണ് അല്ലേ. 4 into X1 എന്താണ്? നമുക്ക് X1 2 ആണ്. 2 divided by M plus N. 3 plus 4 വരും. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇനി ഇത് ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. 3 മൾട്ടിപ്ലൈ ചെയ്ത് ഡിവൈഡഡ് ബൈ 1 ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം, സിംപ്ലിഫൈ ചെയ്യാം. അപ്പൊ എന്ത് വരും നോക്കി നോക്കാം. -1 into 3 plus 4 is 7 equal to 1 into ഇത് വരും അല്ലെ. 3x plus 8 വരും. ഓക്കെ, ദാറ്റ് ഈസ് നമുക്ക് ഇവിടെ എടുത്ത് എഴുതുമ്പോൾ -7 equal to 3x plus 8 വരും. -7 - 8 is equal to 3x വരും. That is -15 is equal to 3x വരും. That is x is equal to -5 വരും. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഓക്കെ, ഇതുപോലെ തന്നെ നമുക്ക് y കണ്ടുപിടിക്കാം. yയുടെ ഇക്വേഷൻ എന്താണ്? y equal to m into y2 plus n into y1 divided by m plus n. y എന്ന് പറയുന്നത് എന്താണ്? 2 അല്ലെ. 2 എന്നാണ് വരുന്നത്. അപ്പൊ m എന്താ വരുന്നത്? 3 into y2 എന്താണ് മക്കളെ? x ആണ്. പ്ലസ് x അല്ല y ആണ്. y2 എന്ന് പറയുന്നത് നമുക്ക് y ആണ് അല്ലെ. പ്ലസ് n എന്താണ് വരുന്നത്? 4 into y1 എന്താണ് വരുന്നത്? 5 ആണ് അല്ലെ വരുന്നത്. 5 ഡിവൈഡഡ് ബൈ 3 plus 4 7 വരും. ഓക്കെ, ക്ലിയർ ആണെന്ന് കരുതുന്നു. m എന്ന് പറയുന്നത് 3 ആണ്. y2 എന്ന് പറയുന്നത് എന്താണ്? y ആണ്. പ്ലസ് n എന്ന് പറയുന്നത് 4 ആണ്. പിന്നെ y1 എന്ന് പറയുന്നത് എന്താണ്? 5 ആണ് അല്ലെ. ജസ്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുക. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ y എന്ന് പറയുന്നത് എന്ത് കിട്ടും? 2 കിട്ടും. എന്നിട്ട് ഇതുപോലെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്യാം. സെയിം സ്റ്റെപ്പ് തന്നെയാണ് ചെയ്യേണ്ടത്. 14 equal to 3y plus 20 വരും. ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പോൾ 3y plus 20 is equal to 14 വരും. 14 minus 20 is equal to എന്ത് വരും? 3y വരും. -6 is equal to 3y വരും. അപ്പൊ എന്താ വരുന്നത്? y is equal to -2 വരും. ക്ലിയർ ആണെന്ന് കരുതുന്നു. 14 -20 ഇപ്പുറത്തേക്ക് എടുക്കുമ്പോൾ -20 ആയിരിക്കും. ഈക്വൽ ടു 3y. ഇനി y എന്ന് പറയുമ്പോൾ എന്ത് വരും? -6 divided by 3 equal to -2. Then the coordinates of this b is equal to എന്താണ്? അപ്പൊ നമുക്ക് കിട്ടിയത് x കോർഡിനേറ്റ് -5 ആണ്, y കോർഡിനേറ്റ് -2 ആണ്. ഇതാണ് നിങ്ങളുടെ ആൻസർ വരുന്നത്. ക്ലിയർ? മറ്റൊരു ക്വസ്റ്റ്യൻ ഡിസ്കസ് ചെയ്യാം. ഇഫ് ദ മിഡ് പോയിന്റ് ഓഫ് ദി ലൈൻ സെഗ്മെന്റ് ജോയിനിങ് ദ പോയിന്റ്സ് A34 BK6 ഇസ് PXY ആൻഡ് x plus y minus 10 equal to 0, find the values of k. അപ്പൊ നമുക്ക് തന്നിരിക്കുന്ന രണ്ട് പോയിന്റ്സിന്റെ മിഡ് പോയിന്റ് തന്നിട്ടുണ്ട്. ഏതൊക്കെ പോയിന്റ്സ് ആണ്? എയുടെയും ബിയുടെയും ജോയിൻ ചെയ്യുന്ന ലൈനിലെ മിഡ് പോയിന്റ് എന്ന് പറയുന്നതാണ് P. ഓക്കെ, അതുപോലെ ഒരു ഇക്വേഷൻ തന്നിട്ടുണ്ട്. x plus y minus 10 equal to 0. ഇത്രയും ഇൻഫോർമേഷൻസ് ആണ് ക്വസ്റ്റ്യനിൽ തന്നിരിക്കുന്നത്. നമ്മളോട് കെയുടെ വാല്യൂ കണ്ടുപിടിക്കാനാണ് പറഞ്ഞിരിക്കുന്നത്.
അപ്പൊ നമുക്ക് അറിയാവുന്നത് മിഡ് പോയിന്റ് കണ്ടുപിടിക്കാനുള്ള മിഡ് പോയിന്റ് കോർഡിനേറ്റ്സ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം അല്ലെ. അപ്പൊ നമുക്കൊന്ന് ആ ഫിഗർ ഒന്ന് വരച്ച് നോക്കാം. ഒരു ലൈൻ സെഗ്മെന്റ് ഉണ്ട് AB. ഇത് A, ഇത് B ആണ്. ഓക്കെ, എയുടെ വാല്യൂ 3, 4 ആണ് അതിന്റെ കോർഡിനേറ്റ്സ് വരുന്നത്. B എന്ന് പറയുന്നത് K6 ആണെന്ന് നമുക്കറിയാം. ഇതിന്റെ മിഡ് പോയിന്റ് അതായത് 1:1 കട്ട് ചെയ്യുകയാണെങ്കിൽ ഇതിന്റെ മിഡ് പോയിന്റ് ആണ് P, അത് XY ആണെന്ന് അറിയാം. ഇത്രയും കാര്യങ്ങൾ ഇൻഫോർമേഷൻസ് ആണ് തന്നിരിക്കുന്നത്. ഇനി നമുക്ക് മിഡ് പോയിന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാം. മിഡ് പോയിന്റ് X കോർഡിനേറ്റ് കണ്ടുപിടിക്കാൻ വേണ്ടിയിട്ട് x1 + x2 ഡിവൈഡഡ് ബൈ 2 ആണ് വരുന്നത്. അതുപോലെ y എന്ന് പറയുന്നത് y1 + y2 ഡിവൈഡഡ് ബൈ 2 ആണ്. എന്താണ് x1 y1 എന്നുള്ളത് നമുക്ക് അറിഞ്ഞിരിക്കണം അല്ലെ. ഇതാണ് നമ്മുടെ ഇക്വേഷൻ. ഇനി ഇവിടെ തന്നിരിക്കുന്ന പ്രകാരം x1 y1 എന്ന് പറയുന്നത് എന്താണ്? എയുടെ കോർഡിനേറ്റ്സ് ആണ്, ഈക്വൽ ടു 3, 4 ആണ്. ഓക്കെ, ഇനി x2 y2 എന്ന് പറയുന്നത് ബിയുടെ കോർഡിനേറ്റ്സ് ആണ്. x2 y2 എന്ന് പറയുന്നത് ബിയുടെ കോർഡിനേറ്റ്സ് ആണ് K6. ഓക്കെ, ഇനി XY എന്ന് പറയുന്നത് പിയുടെ കോർഡിനേറ്റ്സ് ആണ്. XY എന്ന് പറയുന്നത് നമുക്ക് തന്നിട്ടുള്ള XY തന്നെയാണ് ഇട്ടേക്കുന്നത് അല്ലെ. ABP. ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളാണ്. നമ്മൾ ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്താൽ മതി. എക്സിന്റെ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് നോക്കൂ. ഫസ്റ്റ് ഇക്വേഷനിൽ x = x1 + x2 3 + k ഡിവൈഡഡ് ബൈ 2 കിട്ടും. ഓക്കെ, അതായത് ഇത് ഇവിടെ തന്നെ ഇരിക്കട്ടെ. ഇനി നെക്സ്റ്റ് y = y1 + y2 എന്ത് വരും? 4 + 6 വരും അല്ലെ. 4 + 6 ഡിവൈഡഡ് ബൈ 2, ദാറ്റ് ഈസ് 10/2 = 5. വൈയുടെ വാല്യൂ കിട്ടിയിട്ടുണ്ട്, 5 എന്ന് കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കൊരു ഇക്വേഷൻ തന്നിട്ടില്ലേ ക്വസ്റ്റ്യനിൽ, നോക്കിക്കേ. x + y - 10 അല്ലെ = 0. അതിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാൻ എക്സും അറിയാം വൈയും അറിയാം അല്ലെ. ആ ഇക്വേഷനിലൊന്ന് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. നമുക്ക് തന്നിരിക്കുന്ന ഇക്വേഷൻ ആണ് x + y - 10 = 0. എക്സിന്റെ വാല്യൂ എന്താണ്? 3 + k ഡിവൈഡഡ് ബൈ 2 പ്ലസ് y എന്താ നമുക്ക് കിട്ടിയിരിക്കുന്നത്? 5 - 10 = 0. ക്ലിയർ ആണെന്ന് കരുതുന്നു. ആ ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്തു. ഇനി നമുക്കിതൊന്ന് സിംപ്ലിഫൈ ചെയ്ത് നോക്കാം. 3 + k ഡിവൈഡഡ് ബൈ 2 -5 = 0 അല്ലെ. 5 - 10 എന്താണ്? -5 ആണ്. ഇനി ഒന്ന് LCM എടുത്ത് നോക്കാം അല്ലെ. LCM എടുത്ത് നോക്കുമ്പോൾ എന്തെങ്കിലും 3 + k മൈനസ് ഇവിടെ ഡിവൈഡഡ് ബൈ 1 ആണ്. രണ്ട് സൈഡും 2 കൊണ്ട് മൾട്ടിപ്ലൈ ചെയ്യാം. അപ്പൊ എന്തെങ്കിലും -10 അല്ലെ = 0. ഈ 2 എന്തായാലും കോമൺ 2 എന്ന് പറയുന്നത് 0 കൊണ്ട് കൂടെ മൾട്ടിപ്ലൈ ചെയ്യുമ്പോൾ 0 ആയിട്ട് മാറും. ഇനി ഇവിടെ k മാത്രം നിർത്തി ബാക്കിയുള്ളത് അപ്പുറത്തേക്ക് കൊണ്ടുപോയാൽ മതി. 10 - 3 = 7. കെയുടെ വാല്യൂ എത്ര വരുന്നത്? 7 ആണ് നമുക്ക് വരുന്നത്. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ ആണ്. നമുക്ക് മിഡ് പോയിന്റ് കണ്ടുപിടിക്കാനുള്ള ഇക്വേഷൻ അറിയാമെങ്കിൽ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. 3 മാർക്കിനുള്ള ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ ചെയ്ത് നോക്കുക. മറ്റൊരു ക്വസ്റ്റ്യൻ നമുക്ക് ഡിസ്കസ് ചെയ്യാം. ഇഫ് പോയിന്റ് P 9a - 2, -b divides a line segment joining point A 3a + 1 - 3 and B 8a, 5 in the ratio 3:1. Find the values of A and B. സെയിം മോഡൽ ക്വസ്റ്റ്യൻ ആണ്. അതിൻ്റെ ഉള്ളിൽ കുറച്ച് അൺനോൺ വേരിയബിൾസ് വന്നിട്ടുണ്ടെന്നേ ഉള്ളൂ. സെയിം മെത്തേഡിൽ തന്നെയാണ് ചെയ്യുക. നമുക്ക് കറക്റ്റായി x1 y1 x2 y2 xy mn ഇത് നമുക്ക് കണ്ടുപിടിക്കാൻ പറ്റിക്കഴിഞ്ഞാൽ ചെയ്യാവുന്ന ക്വസ്റ്റ്യനേ ഉള്ളൂ. അപ്പോൾ 2 ലൈൻ സെഗ്മെന്റ്, അതായത് ലൈൻ ജോയിൻ ചെയ്യുന്ന പോയിന്റ്സ് എയും ബിയും ആണ്. അതിന് പോയിന്റ് P ഡിവൈഡ് ചെയ്യേണ്ടത് ഇൻ റേഷ്യോ എത്രയാണ്? 3:1. ഓക്കെ, അപ്പൊ നമുക്കൊന്ന് ഫിഗർ വരച്ചു നോക്കാം. ഫിഗർ പ്രകാരം എ ഇവിടെയാണ്, പോയിന്റ് ബി ഇവിടെ ഉണ്ട് അല്ലെ. എ എന്ന് പറയുന്നത് നമുക്ക് തന്നിരിക്കുന്നത് 3a + 1, -3 ആണ്. ബി എന്ന് പറയുന്നത് 8a, 5. ഇതിന്റെ ഇടയിൽ ഒരു പോയിന്റ് പി അവർ പറയുന്നുണ്ട്. പി എന്ന് പറയുന്നത് 9a - 2, -b ആണ് പോയിന്റ്, വിച്ച് ഡിവൈഡ്സ് ഇൻ റേഷ്യോ 3:1. ഇതാണ് ക്വസ്റ്റ്യൻ. അപ്പൊ ക്വസ്റ്റ്യനിൽ നിന്ന് നമ്മൾ x1 y1 ഒന്ന് എഴുതിയെടുക്കണം. x1 y1 എന്ന് പറയുന്നത് എന്താണ്? എയുടെ കോർഡിനേറ്റ്സ് ആണ് അല്ലെ. 3a + 1, -3 ഇതാണ് നമ്മുടെ x1 y1. x2 y2 എന്താ പറയുന്നത്? x2 y2 എന്ന് പറയുന്നത് ബിയുടെ കോർഡിനേറ്റ്സ് ആണ്. 8a, 5 ആണ്. ഇനി xy എന്ന് പറയുന്നത് എന്താണ്? നമ്മുടെ കോർഡിനേറ്റ്സ് ഓഫ് പി ആണ് അല്ലെ. അതായത് ആ ലൈൻ സെഗ്മെന്റിലുള്ള പോയിന്റിന്റെ കോർഡിനേറ്റ്സ് ആണ്. അപ്പൊ XY എന്താ വരുന്നത്? 9a - 2, -b ആണ് വരുന്നത്.
ഇനി നമുക്ക് അറിയേണ്ടതാണ് m/n. m/n എത്രയാണ്? ഡയറക്റ്റ് തന്നിട്ടുണ്ട് 3:1 ആണ് തന്നിട്ടുണ്ട്. 3 കാര്യങ്ങൾ അറിയാം. ഇനി നമുക്ക് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. ഇക്വേഷൻ എന്താ വരുന്നത്? x is equal to m into x2 plus n into x1 divided by m plus n. ഇത് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യാം. x എന്ന് പറയുന്നത് എന്താണ്? 9a minus 2 equal to m എന്ന് പറയുന്നത് 3 ആണ് ഇൻറ്റു x2 എന്ന് പറയുന്നത് എന്താണ്? 8a പ്ലസ് n ഇൻറ്റു n എത്രയാണ്? 1 ആണ്. 1 ഇൻറ്റു x1 എത്രയാണ് വരുന്നത്? 3a plus 1 all divided by m plus n എന്ന് പറയുന്നത് 3 plus 4 ആണ്. ഓക്കെ, ഇതൊന്ന് സിംപ്ലിഫൈ ചെയ്യാം. 9a minus 2 is equal to 3 into 8 24a plus 3a plus 1 divided by 4 വരും. ക്ലിയർ ആണെന്ന് കരുതുന്നു. അപ്പൊ നമ്മളിതൊന്ന് പഴയ പോലെ തന്നെ ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് വെക്കുകയാണ്. ഓക്കെ, ക്രോസ് മൾട്ടിപ്ലൈ ചെയ്ത് സിംപ്ലിഫൈ ചെയ്യാണ്. അപ്പൊ ഇവിടെ എന്ത് വരും? 9a 4 into 9a minus 2 equal to നമുക്ക് എന്ത് വരും? 27a plus 1 വരും. 24a plus 3 എന്താണ്? 27a plus 1 വരും. അപ്പൊ ഇത് മൾട്ടിപ്ലൈ ചെയ്യാം. 36a minus 8 is equal to 27a plus 1 വരും. ഇനി a ഉള്ള ടേംസ് ഒക്കെ ഒരു സൈഡിലേക്ക് പോകുമ്പോൾ 36a 27 minus 27a is equal to 1. ഇവിടെ ഈ -8 ഈക്വൽ ടുന്റെ അപ്പുറത്ത് വരുമ്പോൾ +8 ആയിരിക്കും. ഇനി വാട്ട് ഈസ് 36 minus 27 എന്ന് പറയുന്നത് 9a ആണ്. 9a ഈക്വൽ ടു 9 കിട്ടും. അപ്പൊ എയുടെ വാല്യൂ എത്രയാണ് വരുന്നത്? 1 ആണ് വരുന്നത്. നമ്മൾ ഒരു വാല്യൂ കണ്ടുപിടിച്ചു കഴിഞ്ഞു. ക്ലിയർ ആണെന്ന് കരുതുന്നു. ഇനി നെക്സ്റ്റ് a എന്നുള്ളത് 1 ആണ് നമുക്ക് കിട്ടി. ഇനി നെക്സ്റ്റ് നമുക്ക് y ഒന്ന് ഇക്വേറ്റ് ചെയ്യാം. y is equal to my2 plus ny1 divided by m plus n ആണ് നമ്മുടെ ഇക്വേഷൻ. അപ്പൊ y എന്താണ് നമുക്ക് വരുന്നത്? -b ആണ് അല്ലെ. ഇവിടെ എഴുതിയിട്ടുണ്ട് നമ്മൾ y എന്ന് പറയുന്നത് -b ആണ്. m എന്ന് പറയുന്നത് 3 into y2 എന്ന് പറയുന്നത് എന്താണ്? 5 ആണ് അല്ലെ. 5 ഡയറക്റ്റ് തന്നിട്ടുണ്ട്. പ്ലസ് n എന്ന് പറയുന്നത് 1 ആണ്. y1 എന്താണ് നോക്കൂ? y1 എന്ന് പറയുന്നത് -3 ആണ്. ഡിവൈഡഡ് ബൈ എത്ര വരുന്നത്? m plus n 4 ആണ് വരുന്നത് അല്ലെ. 3 plus 1 4 ആണ്. അപ്പൊ ഡയറക്റ്റ് ആണ്. അതൊന്ന് കാൽക്കുലേറ്റ് ചെയ്യേണ്ട ആവശ്യം മാത്രമേ ഉള്ളൂ. -b is equal to 15 minus 3 divided by 4. That is 12 divided by 4 equal to 3. a equal to 1 and b is equal to എന്ത് വന്നു? -3 വരും. ഓക്കെ, ക്ലിയർ ആണെന്ന് വരുന്നു. -b is equal to 3, b is equal to അപ്പൊ എന്ത് വരും? -3 വരും. അപ്പൊ അത് എടുത്തെഴുതാം. a equal to 1, b is equal to -3. അപ്പൊ ആ ഡയറക്റ്റ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യണമെന്നേ ഉള്ളൂ. ആ പോയിന്റ്സിന്റെ കോർഡിനേറ്റ് കറക്റ്റ് ആയി സെലക്ട് ചെയ്യണം. നടുക്കത്തെ സെന്ററിൽ ലൈനിൽ വരുന്ന ആ പോയിന്റ് കോർഡിനേറ്റ്സിന് XY എന്ന് കൊടുക്കണം. അതെല്ലാം കറക്റ്റ് ആയി വരികയാണ് ഇക്വേഷനിൽ സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്യുകയാണെങ്കിൽ സിംപ്ലിഫിക്കേഷൻ ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ക്വസ്റ്റ്യൻ ആൻസർ കിട്ടും. ഇത് 5 മാർക്കിന് വന്നിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ്. ഓക്കെ, അപ്പൊ വളരെ സിമ്പിൾ ആണ്. 5 മാർക്കിനൊന്നും ചെയ്യാനില്ല. അപ്പോൾ വളരെ സിമ്പിൾ ആയിട്ട് ചെയ്യാവുന്നതേ ഉള്ളൂ. നിങ്ങൾ ചെയ്ത് നോക്കണം. ഇന്ന് നമ്മൾ 3 ക്വസ്റ്റ്യൻസ് ആണ് ഡിസ്കസ് ചെയ്തത്. കോർഡിനേറ്റ് ജോമെട്രിയിൽ വളരെ എളുപ്പമായിട്ട് ചെയ്യാവുന്നേ. നമുക്ക് ഇക്വേഷൻ പഠിച്ചു കഴിഞ്ഞ് കഴിഞ്ഞാൽ അതിൽ കറക്റ്റ് സബ്സ്റ്റിറ്റ്യൂട്ട് ചെയ്ത് സോൾവ് ചെയ്തെടുക്കാവുന്ന ക്വസ്റ്റ്യൻ ആണ്. അപ്പോൾ അതെല്ലാവരും ചെയ്ത് നോക്കണം. അപ്പോൾ 30 വീഡിയോസായി നമ്മൾ CBSE ടെക്സ്റ്റ് ബുക്കിലെ ഓൾമോസ്റ്റ് എല്ലാ ചാപ്റ്റേഴ്സും ഇമ്പോർട്ടൻ്റ് ആയ മെത്തേഡ്സുകളും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു അല്ലേ. അപ്പോൾ നമ്മുടെ വീഡിയോസ് കാണുന്നവർക്ക് ഇത് ലാസ്റ്റ് ക്ലാസ് ആണ്. നമ്മൾ 30 ദിവസത്തെ ക്രാഷ് കോഴ്സിന്റെ ലാസ്റ്റ് ക്ലാസ് ആണ്. അപ്പോൾ നിങ്ങൾ എല്ലാ വീഡിയോസും കാണണം. അതിൽ ചെയ്തിരിക്കുന്ന ക്വസ്റ്റ്യൻസ് നിങ്ങളും ചെയ്ത് നോക്കണം. നിങ്ങൾക്ക് നന്നായി വർക്കൗട്ട് ചെയ്യാൻ പറ്റും. താങ്ക് യു. ഓൾ ദ ബെസ്റ്റ് ഫോർ യുവർ എക്സാംസ്.